അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ CBSE ആസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ, അദ്ദേഹത്തിൻ്റെ ഇടപെടലുമൊക്കെ ഒരു രാഷ്ട്രീയ കാപഢ്യമാണെന്നും മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി പോയിട്ടില്ല, മണിപ്പൂരിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല, ഇവിടെ പാലക്കാട്ട് നല്ലേപ്പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾ അത് സംഘബന്ധുക്കളാണ് എന്ന് CPയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രൂക്ഷമായ ഭാഷയിൽ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിമർശനമാണ് ഓർത്തഡോക്സ് സഭ തൃശ്ശൂർ ഭദ്രാസന മെത്രാപ്പോലീത്തയും നടത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മറ്റൊരു ചാനലിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഓതിക്കൊണ്ട് കഴുത്തറക്കുക എന്ന് പറയും, അതാണ് BJP യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അവിടെ പ്രധാനമന്ത്രി പുൽക്കൂടിനെ വണങ്ങുമ്പോൾ ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്നതെന്നുമാണ്. അപ്പോൾ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങളിൽ ഈ ക്രൈസ്തവ സഭയുടെ തന്നെ പൂർണ്ണമായ പിന്തുണ നിങ്ങൾക്കില്ല എന്നും നിങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ക്രൈസ്തവ സഭ ഒന്നാകെ തീരുമാനിച്ചിട്ടില്ല എന്നുമല്ലേ BJPക്ക് ഈ പ്രതികരണങ്ങളിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ? ഗോപികൃഷ്ണൻ BJP രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. പ്രത്യേകിച്ച് ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുമായി ചേർന്നുകൊണ്ട് അവരുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ വിശ്വാസം നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ് BJP. ഏതെങ്കിലും ആളുകൾക്കുണ്ടാകുന്ന സംശയങ്ങളോ ആശങ്കകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കുണ്ടാകുന്ന തോന്നലുകളോ ഒന്നും ഒരു പാർട്ടി എന്നുള്ള നിലക്ക് മറുപടി അർഹിക്കുന്ന സാഹചര്യം നിലവിലില്ല. ഞാൻ ഉദ്ദേശിച്ചത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് കുത്സിത പ്രവർത്തനവും നടത്താം, ഏത് തരത്തിലുള്ള വാർത്തകളും വളച്ചൊടിക്കാം, ഏത് തരത്തിലുള്ള സംഭവങ്ങളെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അനുകൂലമാക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം. കാരണം അടിയന്തരാവസ്ഥയിൽ പോലും ന്യായീകരിച്ച ആളാണ് CPIയുടെ സംസ്ഥാന നേതാക്കന്മാർ. CPI എന്നുള്ള പാർട്ടിയും അടിയന്തരാവസ്ഥക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടികളോട് ഉത്തരം പറയേണ്ട സാഹചര്യം നിലവിലില്ല. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട പിതാവ് പറഞ്ഞതിനെ സംബന്ധിച്ചാണ് അങ്ങയുടെ ചോദ്യമെങ്കിൽ, ഏതെങ്കിലും പിതാക്കന്മാരെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ സംശയങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് കൂടിയാണ് BJP പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയുള്ള മുഴുവൻ ആളുകളെയും, അദ്ദേഹം അടക്കമുള്ള ആളുകളെ, അത് മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പിതാക്കന്മാരെയും ആളുകളെയും നേതാക്കന്മാരെയും എല്ലാ സമൂഹങ്ങളിലെയും, അത് ക്രിസ്ത്യൻ സമൂഹം എന്ന് മാത്രമല്ല മുസ്ലിം സമൂഹത്തിൽ എത്രയോ ആളുകളുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട്, ഞങ്ങളോടൊപ്പം രാഷ്ട്രീയം പങ്കിടുന്ന ആളുകളുണ്ട്. അപ്പോൾ അതൊന്നും ഒരു കാലഘട്ടത്തിലും BJP മാറ്റി നിർത്തിയിട്ടുള്ളതല്ല. BJPയുടെ രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇടം നൽകുകയും അവരോടൊപ്പം നിൽക്കുകയും അവരെ ചേർത്ത് നിൽക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഞങ്ങളുടേത്. അതുകൊണ്ടാണല്ലോ എത്രയോ സംസ്ഥാനങ്ങളിൽ എത്രയോ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലെ പല സംസ്ഥാനങ്ങളിലും ഗോവയടക്കമുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ BJP സർക്കാർ പങ്കിടുന്നത്, ഞങ്ങളുടെ ഭരണം പങ്കിടുന്നത് നിരവധിയായിട്ടുള്ള ആ തരത്തിലുള്ള സമൂഹങ്ങളുമായി ചേർന്നുകൊണ്ടാണ്. ഒരു കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിൽ ഞങ്ങൾ രാഷ്ട്രീയപരമായി അധികാരം പങ്കിട്ടത് ആ തരത്തിലുള്ള പാർട്ടികളുമായി ചേർന്നുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ അസ്പർശ്യത BJPയെ സംബന്ധിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ടില്ല, ഒരു സമൂഹവുമായിട്ടില്ല, ഒരു സമുദായവുമായിട്ടില്ല, ആ തരത്തിലുള്ള ഒരു വിഭാഗവുമായിട്ടുമില്ല. പിന്നെ ഈ തരത്തിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തെ BJPയുടെ രാഷ്ട്രീയവുമായി ചേർത്ത് വെച്ച്. അല്ല ശ്രീ കൃഷ്ണദാസ്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടന്ന ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ താങ്കൾക്ക് പാലക്കാട്ടെ നല്ലേപ്പള്ളിയിലെയും തത്തമംഗലത്തെയും ഒക്കെ സംഭവങ്ങളെ ചുരുക്കി കാണുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഒരു താങ്കളെപ്പോലെ ഒരു പൊതുപ്രവർത്തകൻ. രണ്ടാമത്തെ കാര്യം, രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും പള്ളികൾ ആക്രമിക്കപ്പെടുക, അതല്ലെങ്കിൽ ആ നിലയ്ക്ക് ഈ ക്രൈസ്തവ സമൂഹം അരക്ഷിതരാണെന്ന തോന്നലുണ്ടാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ മണിപ്പൂരിലെ കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആശങ്ക, അതുപോലെ ഗ്രഹാം സ്റ്റീൻസിൻ്റെ ഉണ്ടായിട്ടുള്ള ദുരനുഭവം, സ്റ്റാൻ സ്വാമിയുടെ അനുഭവങ്ങൾ, ഇങ്ങനെ തിരുത്തപ്പെടേണ്ടുന്ന, അതല്ലെങ്കിൽ BJPയുടെ പ്രത്യയശാസ്ത്രത്തിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാല ആശയം അതിനകത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ടുന്ന നിരവധി സന്ദർഭങ്ങൾ ഇന്ത്യയിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തുന്ന പരാമർശങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല എന്ന് പറയുമ്പോഴും ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവർ ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് മറുപടി പറയേണ്ട ബാധ്യത BJPക്കുണ്ട്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കുണ്ട്. ആ നിലയ്ക്കല്ലേ ഈ പ്രശ്നങ്ങൾ കാണേണ്ടത്. മാത്രമല്ല BJP ഈ ക്രൈസ്തവ സമൂഹവുമായി അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ പോൾ തേലേക്കാട്ടിനെ പോലെയുള്ള ക്രിസ്ത്യൻ സമുദായ പ്രതിനിധികൾ അവർ പറയുന്നത് BJPയുമായി സന്ധി ചെയ്യുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് വഴങ്ങിക്കൊടുക്കുന്നതിന് സമമാണ്. ക്രിസ്ത്യാനികൾ ആ അർത്ഥത്തിൽ സുരക്ഷിതരല്ല എന്നൊക്കെ ഒരു പക്ഷം പറയുന്ന ഒരു വിഭാഗവും ഇവിടെയുണ്ട്. അവരെ പ്രതിനിധീകരിക്കുന്ന ആളുകളിൽ ഒരാളെ പോലെയല്ലേ ഓർത്തഡോക്സ് സഭ തൃശ്ശൂർ ഭദ്രാസന മെത്രാപ്പോലീത്തയുടെ ഇന്നത്തെ പ്രതികരണം വന്നിരിക്കുന്നത്?
ഗോപികൃഷ്ണൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എല്ലാ മുന്നണികളിലും എല്ലാ സമൂഹങ്ങളിലും എല്ലാ വിഭാഗം ആളുകളിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും, നേതാക്കന്മാരുണ്ടാകും, അതോടൊപ്പം തന്നെ സാമുദായിക നേതാക്കന്മാരുണ്ടാകും. അതൊക്കെ സമൂഹത്തിൻ്റെ ഭാഗമായി കാണുന്നൊരു പാർട്ടിയാണ് ബി ജെ പി. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബി ജെ പി ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങളോട് ഏതെങ്കിലും തരത്തിൽ വിശ്വാസക്കുറവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമോ ഉള്ള ആളുകളുമായി ചേർന്നുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുത്തുകൊണ്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന. ആ തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയപരമായി ബി ജെ പിയുടെ നിലപാടുകൾക്ക്, ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട്, ബി ജെ പിയുടെ ആശയത്തോട്, ബി ജെ പി മുന്നോട്ട് വെക്കുന്ന വികസന രാഷ്ട്രീയത്തോടെല്ലാം ഈ തരത്തിലുള്ള സംഭവങ്ങളെല്ലാം നടന്നു എന്ന് അങ്ങ് പറയുന്ന കാലഘട്ടത്തിനൊക്കെ ശേഷവും എത്രയോ ആളുകൾ ബി ജെ പിക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം. അതിനുശേഷമല്ലേ പ്രധാനമന്ത്രി പിതാക്കന്മാരെ കാണുന്നതും നേരത്തെ ശ്രീ കരിമ്പങ്കാല പറഞ്ഞതുപോലെ തന്നെ വത്തിക്കാനിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്നതൊക്കെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന സർക്കാരും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന സംവിധാനമല്ലേ. ഇനി അതിനേക്കാളൊക്കെ അപ്പുറത്ത് കേരളത്തിൽ രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ ശക്തികളും ഒരുമിച്ച് എതിർത്തിട്ടും, പ്രത്യേകിച്ച് യു ഡി എഫും എൽ ഡി എഫും അവരുടെ രാഷ്ട്രീയ ശക്തി എല്ലാം എടുത്ത് ബി ജെ പിക്കെതിരെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ ആയുധങ്ങളും പയറ്റി ബി ജെ പിക്കെതിരെ കള്ളപ്രചരണങ്ങൾ നടത്തി, ബി ജെ പിയെ സാമുദായികമായി മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങൾ നടത്തി. ഇതെല്ലാം ഉണ്ടായിട്ടും എന്തിനേറെ തൃശ്ശൂർ പൂര വിവാദമടക്കം, ഈ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, തൃശ്ശൂർ പൂര വിവാദമടക്കമുള്ള കാര്യങ്ങളിൽ ബി ജെ പിയുടെ പേരുകൾ വലിച്ചഴച്ചു. നിരവധി വിവാദങ്ങളിൽ ബി ജെ പിയെ പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷെ അതൊക്കെ ഉണ്ടാകുമ്പോഴും തൃശ്ശൂരിലെ ബഹുമാനപ്പെട്ട ജനത, തൃശ്ശൂരിലെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള വിഭാഗങ്ങൾ അവരെല്ലാം ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിച്ചു എന്നുള്ളത് മാത്രമല്ല, അവിടെ ബി ജെ പിയുടെ എം പി ഉണ്ടാകുന്നതിന് മറ്റ് പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് രാഷ്ട്രീയപരമായ വിജയങ്ങൾ ഉണ്ടാകാതിരിക്കുമ്പോഴും എല്ലാ സമൂഹത്തിൻ്റെയും വിശ്വാസം ആർജിക്കുന്നതിൻ്റെ ഫലമായിട്ടാണല്ലോ ഞങ്ങൾക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. ആ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഇനിയും ഞാൻ വീണ്ടും വിനീതനായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇനിയും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശയങ്ങൾ ഒറ്റക്കാണെങ്കിലും സമൂഹമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഏത് വിഭാഗമായിട്ടാണെങ്കിലും അവർക്കുണ്ടാകുന്ന ആശങ്കകൾ പരിഗണിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയും, അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി എല്ലാത്തരം ആളുകളെയും കാണുകയും അവരോട് സംവദിക്കുകയും അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ശ്രമത്തിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ്. അതുകൊണ്ടൊരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിലില്ല. ഈ പ്രചരണങ്ങളെല്ലാം നാളെ പൊളിഞ്ഞു വീഴുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല.